വെൽക്കം ടു ദ ക്ലബ് മാൻ. കൺഗ്രാറ്റ്സ് ബോബി. അർജുൻ എൻ്റെ കൊളീഗ. ഇത് നിഷ. നിഷ. ഹാഫിസ് ഡോക്ടർ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. വൈഫിന് എങ്ങനെയുണ്ട്? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒടുക്കത്തെ ഛർദിൽ. ഭക്ഷണത്തിന് മണം കിട്ടിയാൽ മതി, അപ്പം തുടങ്ങും. വന്നൊരു ട്രിപ്പ് ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഹാഫിസ് ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ. അല്ലെങ്കിൽ ഈ ഗൈനക്കോളജിയിൽ ആണുങ്ങൾ കുറവാണെങ്കിലും ഉള്ളവന്മാരൊക്കെ പുലികളോ. നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭാര്യയുടെ സൈക്കോളജി മനസ്സിലാക്കികളെ. എന്നാ പിന്നെ കാര്യം നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി, പോവാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം കുറ്റകരവും നിയമപരമായ ശിക്ഷാർഹവുമാണ്. ലിംഗനിർണ്ണയം നടത്തുന്നതല്ലോ. ഏത് വിളിക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? എന്താണ് ലിസ് ചെയ്ത്? കഴിഞ്ഞ തവണത്തെ പ്രസവത്തോടുകൂടി ഞാനിത് നിർത്താമെന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ? 5 4. 42 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ പ്രായത്തിലൊക്കെ ഡെലിവറി എന്തോ റിസ്ക്കാന്നറിയാവോ, നിങ്ങൾക്കും കുഞ്ഞിനും. അത് ഭർത്താവ്. കർത്താവ് തരുന്നല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? അവസാനം കർത്താവ് വിളിക്കുന്നതിന് മുമ്പേ പോകേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കർത്താവല്ല ഡോക്ടർ, ഭർത്താവ്. ഭർത്താവാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ? ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞ തവണ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. ചെല്ല്. ഓൾ റിസൾട്ട് സർ. സാറാ വിൻസെന്റ്. ഇരിക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള പ്രസവമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. കൺഫേംഡ് ആണ്? എനിക്കിത് വേണ്ട ഡോക്ടർ. ഇത് ആക്സിഡന്റൽ പ്രഗ്നൻസിയാണ്, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ. സാറാ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ? ഹലോ, ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ OP കഴിഞ്ഞിട്ടൊരു കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഡോർ എടാ, നിനക്ക് എത്ര ആളെ കിട്ടുള്ളൂ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞപ്പോ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്റെ മോളെ, നീ ഇതുവരെ ഒന്നും എടുത്തില്ലയോ? എന്നതാ ഇത്? കഴിക്കാനൊന്നും ഇല്ലയോ? ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ അല്ലല്ല, ഇനിയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയി. വേറെ ഒന്നും ഇല്ലയോ? ഉണ്ടമ്മ. എടുക്ക എന്റെ കുഞ്ഞെ ഒന്ന് വേഗം. ആഹാ, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേ. അയ്യോ മോളെ, എന്നതായി കാണിക്കുന്നേ? അതൊക്കെ അവളെടുത്ത് വെച്ചോളൂ. മോൾ അവിടെ പോയിരിക്കേ. കൊള്ളാം. വേഗം എല്ലാം എടുത്തോണ്ട് വാ. മോളെടുക്കല്ലേ? ഞാൻ എടുത്തോളാം.
എടുക്കും കേട്ടോ. താങ്ക് യു. വേണ്ടടാ. എനിക്ക് വേണ്ട വേണ്ട. പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. ഓ തുടങ്ങിയോ? ആ പ്രാക്ടീസ്. ശരിയടാ. ആ ശരി. ഓക്കെ. മോള് വാ, നമുക്ക് ബേബിയുടെ അടുത്ത് വാ. അയ്യോ അതൊക്കെ വെച്ചാ ബേബി ഉണരും. വേണ്ട വേണ്ട. ആ ജീവ, എന്റെ ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. അത് ബാക്കിയുള്ള നെയ്ബേഴ്സിനും കൂടി കൊടുത്തേക്കേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കുമോ? മോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇതെന്റെ മോള് വെച്ചോ. അതാവേ. ആ ആ തൽക്കാലം അമ്മച്ചി പോകുന്നവരെ അബോഷന്റെ കാര്യം പറയണ്ട. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതെ, ഞാൻ പറയുന്ന പോലെ നീ കേട്ടോ. ഹലോ. ആ സർ, ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. നമുക്കൊരു 6 മാസം കഴിഞ്ഞ് ഷൂട്ട് പ്ലാൻ ചെയ്യാം. രാഹുലും അപ്പോൾ ഫ്രീ ആയിരിക്കും. ഒരു 50-60 ഡേയ്സ് മതിയാവില്ലടോ. 30 ദിവസത്തെ 2 ഷെഡ്യൂൾ, ഇടയ്ക്കുള്ള ബ്രേക്ക് ഉൾപ്പെടെ കൂട്ടിയാലും നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ പടം റിലീസ് ചെയ്യാം. വെക്കേഷൻ സീസൺ ആയിരിക്കും. ഇഷ്ടം പോലെ ഫാമിലി പടം ഇറങ്ങുന്ന സമയം. അതിനിടയിൽ നമ്മുടെ ഈ ഒരു ത്രില്ലർ, ഓഡിയൻസിന് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സർ, നമ്മുടെ പടത്തിൽ ഫീമെയിൽ ഫോറൻസിക് സർജൻ്റെ ക്യാരക്ടർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പഴയ ആക്ടർ അഞ്ജലി മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ? അവരിനി ഒരു തിരിച്ചുവരവിന് റെഡി ആവുമോ? ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സർ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന് ഭയങ്കര ഹൈപ്പായിരിക്കും. താൻ ട്രൈ ചെയ്തോ? ഞാൻ എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്ത് തരാം. ഓക്കെ സർ. ആ ഉണ്ടടാ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ എല്ലാം ഉണ്ട്. ഹൈറ്റും വെയിറ്റും താടി വെച്ച ഫോട്ടോയും ഷേവ് ചെയ്തും എല്ലാം ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വാട്സപ്പ് നമ്പർ താ, ഞാൻ അയക്കാം. ആ ശരി, മെയിൽ ഐ ഡിക്ക് മെയിൽ ഐ ഡി ഞാൻ അയക്കാം. നീ അയക്കും, ഞാൻ അയച്ചിട്ടുള്ളൂ. വേണോ? ഞാൻ നിർത്തിയതാ. വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് എല്ലാം പറ്റൂല. കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചായിരുന്നു.
നീ ഈ ബുക്കൊക്കെയാണോ വായിക്കണേ? ആ, അത് വിട്. മീറ്റിംഗ് എന്തായി? 4:30 സമയമുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ അവർ എസ്കലേഷൻ അടിച്ചായിരുന്നേ. ഒരു എസ്കലേഷൻ അല്ല അളിയ, അടിക്കട്ടെ. മോളെ അകത്ത് കയറിയിരിക്കോട്ടോ, മേഡം ഇപ്പൊ വരും. ആ ശരി. ഇരിക്കും. ഞാനിപ്പോൾ അങ്ങനെ കഥയൊന്നും കേൾക്കാറില്ല കുട്ടി. മാം ഇത് മാമിന് പറ്റിയ ക്യാരക്ടറാണ്. മാത്രമല്ല മലയാളികളെല്ലാം മാമിന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ താൻ വെറുതെ പറയുന്നതല്ലേ. എന്നെയൊക്കെ ഇപ്പം ആരും ഓർക്കാനാ? അല്ല മാം. എടുക്കൂട്ടോ. വാഷ്റൂം അവിടെയാ. സാവിത്രി അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വാ മോളെ. നല്ലോണം ഛർദിച്ചോ, നല്ലതാ. ഭയങ്കര ഛർദിലാണെങ്കിലേ ഇരട്ടക്കുട്ടികളായിരിക്കും. ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട്. തനിക്ക് ട്വിൻസ് തന്നെയാ. മാം ഞാൻ കഥ പറയട്ടെ? കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞോ. മാം തെയ്ലൻഡിലാണ് നമ്മൾ ഫോറൻസിക് സർജൻ്റെ പാസ്റ്റ് റിവീൽ ചെയ്യണത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഹിറ്റാവണമെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു നല്ല ആർട്ടിസ്റ്റ് ചെയ്താലും ഇത് നന്നാവും. അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന്. മാം പ്ലീസ്, എനിക്ക് മാഡത്തെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. സാറയ്ക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഒരു 10 മാസം കഴിയട്ടെ. ഈ വീടും കുട്ടികളെയൊക്കെ വിട്ട് എനിക്ക് 3-4 മാസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല സാറ്. മാഡത്തെ പോലെ ഇത്ര ടാലൻ്റ് ഉള്ള ഒരാളെ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ 2003 തോന്നുന്നു ദാസ് സാർ കലാപം എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അഭിനയൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അശ്വിൻ അന്ന് 1 വയസ്സ്. ഗംഭീര കഥ, അതിലും ഗംഭീര ക്യാരക്ടർ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ റോള് റോസ്ലിന് പോയത്. അവർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി ബെസ്റ്റ് ആക്ട്രസിന്. അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ആ അവാർഡിനേക്കാളും എത്രയോ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. മോളെ ബാ 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 അകത്ത് പോയി കളിച്ചോട്ടോ. ആ ഇതാണോ കഥ പറയുമെന്ന ആള്? ആ അതെ അതെ. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാ. ഇവളോട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് എത്ര കാലമായിട്ട് പറയുന്നതെന്നറിയോ? വല്ല ആഡോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടൊക്കെ പോകാൻ ഞാൻ നേരത്തെ സമ്മതം കൊടുത്താ. അതാകുമ്പോൾ കാശും കിട്ടും. പിന്നെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടിയെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. സാറ് ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ആണല്ലേ? പിന്നെ റെസ്പെക്ട് വുമൺ എന്നല്ലേ? ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. മാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി ശരി. ശരി. അവിടെ ഒരു സമ്മതം കൊടുക്കല്. ഹലോ പപ്പാ, ഹാപ്പി ആയില്ലേ?
ആയില്ലെന്നോ? അവളുടെ ആദ്യത്തെ സിനിമയല്ലടാ. ഈ വാർത്ത കേൾക്കാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. FTFS. സാറാ വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാ? ഇതാരാണോ ഈ നേരത്ത്? ആ സാറാ, ദേ പപ്പയും മമ്മിയും അകത്തുണ്ട്. ആഹാ, ഇപ്പോഴാണോ വിൻസെന്റ് വരാൻ തോന്നിയത്? ഒരു നല്ല വാർത്തയൊക്കെ അറിഞ്ഞിട്ട്. അതെ, പറമ്പിൽ കുറച്ച് പണിക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതാ അതൊക്കെ വിട്ടേച്ച് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തേലും ഒരു മധുരം എടുത്തോണ്ട് വരട്ടെ. സന്ധ്യയും പിള്ളേരൊക്കെ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നു. പിള്ളേരെ കൊണ്ട് വലിയ ശല്യാന്ന് തോന്നുന്നു. രണ്ടും ഭയങ്കര പോക്കരികളല്ലേ, മാനേജ് ചെയ്യാൻ. ഞാനെന്നാ അകത്തോട്ട് ചെല്ലട്ടെ, എനിക്ക് ഇച്ചിരി വർക്കുണ്ട്. നിങ്ങളെന്നാ സംസാരിച്ചിരിക്കും. ഇതെന്താ? എന്ന് എനക്കൊള്ളാം. പപ്പയും മമ്മി ഇത്ര ധൃതി പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു. വരാണ്ട് പിന്നെ കർത്താവിനെ 101 മെഴുകുതിരി അന്നിരുന്നേ, അറിയോ? അത് ക്യാൻസൽ ചെയ്തേക്ക്. നീ എന്തുവാ സാറാ മോളെ പറയുന്നേ? മോളെ മികച്ചല്ലേക്ക് ഞാൻ സംസാരിക്കും. എന്താടേ പപ്പ പറയട്ടെ. വാ. എടോ, ആ പാലം കഴിഞ്ഞ ഉടനെ കാണാം. താനിങ്ങി പോന്നാ മതി. ഓക്കെ. ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോരുത്തന്മാര് സിനിമ എടുത്തോളൂ. ഷോർട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഒന്നും നിരത്തി കഴിഞ്ഞിട്ടുള്ളോ? സോറി സാർ. എങ്ങനെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടെ ആയിരിക്കുന്നത്? സോറി സാർ. എന്നിട്ട് ഞാൻ റെമ്യൂണറേഷൻ കുറയ്ക്കണം പോലും. ഇരിക്കും. സോറി സാർ. ഓളോ ഫോണ്ടാ വിളിക്കാമേ. എവിടെ? വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അതെ, മുകളിലോട്ടെങ്കിൽ കയറി പോന്നാ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോൾ വരും. ഇരിക്കൂ. എന്തോ ടെൻഷനുള്ള പോലെ? ടെൻഷനൊന്നും വേണ്ടട്ടോ. കമ്മിറ്റ് ചെയ്ത് പടം വിടുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. സന്ദീപ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. രാഹുൽ കമ്മിറ്റ് ചെയ്തൊരു പടം ഏറനാട്ടിലെ ഒരു ചേകവനായിട്ട്. അത് ചിലപ്പോൾ കുറച്ചങ്ങോട്ട് തള്ളും. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ തുടങ്ങാനിരുന്ന പടത്തിന് ചെറിയ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 2 മാസം ഗ്യാപ്പ് എന്തായാലും വരും. ഇപ്പം എൻ്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ആ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ പടം ചെയ്യുന്നു. ഹാപ്പി ആയില്ലേ? ചിരിക്കൂ. സാർ ആ റെഡിയാണ് സാർ. ശരിക്കും ഷോട്ട് റെഡിയാണോ? ഇപ്രാവശ്യം റെഡിയാണ് സാർ. അവിടെ ചെന്ന് ഷോട്ട് എങ്ങാനും റെഡി അല്ലെങ്കിൽ ഞാൻ ഈ പടം മുടക്കൂട്ടാ. ഇവിടുന്ന് ഇറങ്ങി. എടാ ഇവിടുന്ന് ഇറങ്ങിടാ. റെഡിയല്ലേ? ഇവിടെ രാവിലെ സീൻ എഴുതി വൈകിട്ട് ഷൂട്ട് നടക്കുന്ന കാലമാണ് ഇപ്പോൾ. ഞാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒന്നിരുന്നേ ശരിയാക്കുന്ന കാര്യമുള്ളൂ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രതീഷേ വെറുതെ. ആ സാർ. ഓക്കെ അല്ലേ? ഓക്കെ. ആ എവിടെയാണ്? ഇതവിടെയാണ് സാർ. അതാണ് അവിടെ ഇരിക്കണം. ഡയറക്ടറാണ് സാർ. എന്റെ പറയും. ആ ഡയറക്ടറാണ്. എന്താണ് ഷോട്ട് എന്താണ്? ലൈറ്റൊക്കെ ഓക്കെയാണോ? ഇവിടെ ട്രാക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? എടോ എന്റെ റൈറ്റ് പ്രൊഫൈലാണ് നല്ലത്. ട്രാക്ക് വിളിക്കേണ്ടി വരും കേട്ടോ. ഇതാണ് ഈ ഡയലോഗ് ഞാൻ മാറ്റാൻ പറഞ്ഞാണല്ലോ. മാറ്റി ഒന്നും ചെയ്യുന്നില്ല. ആ കുട്ടികളിരുന്നോ? താൻ ടെൻഷൻ അടിക്കാതല്ലോ. പെട്ടെന്ന് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ നോക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, വി ക്യാൻ ഡു ഇറ്റ്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പുള്ളി പറഞ്ഞ പോലെ ഒരു നല്ലൊരു ചീഫിനെ വെച്ചിട്ട് നല്ലൊരു ടീം സെറ്റ് ചെയ്താൽ പോരെ. പുള്ളി പണിയെടുക്കട്ടെന്ന്. പിന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി വേറെ ആർക്കും കൊടുക്കല്ലേ. അത് പറ്റില്ല. അയ്യോ എന്താ ചേച്ചി? നീയല്ല എൻ്റെ പടത്തെ ചീഫ് അസോസിയേറ്റ്. ഞാനാ? ആ തമാശക്ക് ചേച്ചി പോയി ചായ പിടിച്ച് പണിയുണ്ട്. ചീഫാരാന്ന് കാണിച്ചു തരാം. ഡോക്ടർ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇറങ്ങ? ഒരു പേഷ്യന്റ് കൗൺസിലിങ്ങിന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർ വരുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ റിസപ്ഷനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കൊന്നും വേണ്ട. അവർ സമയം എടുക്കട്ടെ. എങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്തായാലും സിസ്റ്റർ ക്ലോസ് ചെയ്തോളൂ, ഞാൻ ഇറങ്ങി. ശരി ഡോക്ടർ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എടേ കുഞ്ഞേ, നിന്നെ നോക്കാനാണെന്നും പറഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം പൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നീ രാവിലെ മുതൽ ഈ നേരം വരെ ഇങ്ങനെ അലച്ചിലാണെങ്കിൽ ഞാൻ പിന്നെ എന്നാത്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ അങ്ങ് പോയേക്കാം. അതിന് എന്നെ നോക്കാൻ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വലിയ ഓഫീസ് ജോലിയൊന്നും അല്ലല്ലോ മോളെ, നിനക്ക് തോന്നുമ്പോ ചെയ്താ പോരെ. എനിക്കിപ്പോൾ ഇത് ചെയ്യാനാ തോന്നണമേ. അതെങ്ങനെയാ ശരിയാവുന്നത് കൊച്ചേ? മര്യാദയ്ക്ക് വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലല്ലേ കൊച്ചിന് ഗുണമുണ്ടാവും. അതൊന്നും ശരിയാവില്ല, ഞങ്ങളിത് വേണ്ടെന്ന് വെക്കാം. എന്താ എന്നാ വർത്തമാനമാണ് ഈ പറയുന്നത്? വർഷം ഒന്ന് കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്കല്പം വകതിരിവ് വന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നീ ഇതിലുള്ള താങ്ങുവാണോ? നീയൊക്കെ ഒരാണാണോടാ? എനിക്കിത് വേണം തന്നെയാണ്. ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ അപ്പന്റെ കുഴപ്പമാ. പെമ്പിള്ളാരെ വളർത്താൻ അറിയണം. വെറുതെ എന്റെ അപ്പനെ പറയണ്ട. ഓഹോ, അപ്പനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? എടി, അതാണ് മക്കള് കേട്ടോ. ചെറുപ്പത്തിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പനമ്മമാര് ചോദിക്കാൻ ചെല്ലുകയല്ലേ? അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വരേണ്ട ആൾക്കാരായി മക്കള്. ഓ, അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ. അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്ര നാൾ അമ്മ ജീവിതത്തിൽ എന്താ ചെയ്തത്? ചേച്ചിയും ഇവനെ വളർത്തി വലുതാക്കിയതല്ലാണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? സാറാ നിർത്ത്. അത് അമ്മയ്ക്ക് വലിയൊരു കാര്യമായിരിക്കും, അത് അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്റെ സന്തോഷം അത് തന്നെ ആയിരിക്കണം. നമ്മ വാശി പിടിക്കില്ലേ? അമ്മച്ചൊരു ആയുസിന്റെ പകുതിയും ഇവർ വളർത്തി വലുതാക്കാൻ എടുത്തില്ലേ? ഇപ്പൊ അമ്മച്ച എവിടെയുണ്ട്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. എന്തെങ്കിലും സംഭവിച്ച പോലെ എത്തിപ്പെടാൻ ആരുമില്ല. ഇത്രയും വർഷമായില്ലേ മക്കളെ രണ്ടാളും കൊച്ചിയിൽ സെറ്റിലായിട്ട്. എന്നിട്ട് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ, അമ്മച്ചി ഇനി ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമെന്ന്? അതെ, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട എന്നോടാണ്, അല്ലാതെ അമ്മച്ചിയെടുത്തല്ല. എല്ലാം അറിയണത് എന്നോട് ഞാൻ എന്ത് പറയാനാ ജീവൻ? അമ്മച്ചിക്ക് പിന്നെ അത് അറിയില്ലെന്നെങ്കിലും വെക്കാം. സാറാ, ശരിയാണ്, കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥ. പക്വത വന്നയാണോ അല്ലെങ്കിൽ പ്രായം കൂടി വരുന്നതാണോ എനിക്കറിയില്ല. 2 കൊല്ലം മുമ്പുള്ള ആളെ അല്ല നീ ഇപ്പോൾ. എനിക്കറിയാം, നീ കരിയറിൽ ഒരുപാട് ഉയർന്നു, മെച്ചുവേർഡായി, സെറ്റിൽഡായി. അപ്പം നിനക്ക് പക്വത വെച്ചെന്നും അച്ഛനാളെ പ്രായമായി എന്നൊക്കെ തോന്നും. അപ്പം എൻ്റെ കാര്യമോ, എൻ്റെ കരിയറോ? ഞാൻ ഇതായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ 2 കൊല്ലം മുന്നേ എവിടെയായിരുന്നു അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തും. നീ തന്നെ എന്നോട് ചിറകുയർത്തി പറക്കാനും പറയും. ഞാനൊന്ന് എണീക്കാറാവുമ്പോഴേക്കും എൻ്റെ വയറ്റിന് ചുറ്റും ഒരു കല്ല് കെട്ടിത്തരും അല്ലേ? സാറാ, എല്ലാവരും ഹാപ്പിയാണ്. നിന്റെ പപ്പ, നിന്റെ മമ്മി, എൻ്റെ അമ്മച്ചി, എൻ്റെ ചേച്ചി, എല്ലാവരുടെയും ഹാപ്പിനെസ് നീ കെടുത്തണം. അപ്പൊ എൻ്റെ ഹാപ്പിനെസ്സോ? ഞാൻ 2 കൊല്ലം സ്വപ്നം കണ്ട എൻ്റെ സിനിമയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, എല്ലാരും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നീ പറഞ്ഞു നീ മാറില്ലാന്ന്. നീ എല്ലാവരും സന്തോഷപ്പെട്ട് പറയണ്ടല്ലോ, അപ്പൊ എന്റെ സന്തോഷോ? നീ ഇങ്ങനെ പഴയതെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ, എന്നിട്ട് എന്താ വെച്ചാ ചെയ്.